ഇത് എൻ്റെ ചപ്പൽ എക്സ്ചേഞ്ച് അല്ലേ? അത് ചെറുതാണല്ലോ. സാധനം എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഇതിപ്പം എക്സ്ചേഞ്ച് ആയതുകൊണ്ട് എന്തോ മാറാനുള്ളതെന്നറിയാം. പിന്നെ ചില പാക്കറ്റ് കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഇതുണ്ട്, ചെരുപ്പായിരിക്കും അല്ലെങ്കിൽ ഫോണായിരിക്കും, അങ്ങനെ ഒരു കൺസെപ്റ്റ്, അത്രേ ഉള്ളൂ. പെയ്ഡല്ലേ? എക്സ്ചേഞ്ച് വരുമ്പോൾ ഓൾറെഡി ഇതിന്റെ പേയ്മെന്റ് ചെന്നതല്ലേ. സമയം എത്രയായി? 4:04. ഓക്കെ. ഓക്കെ, ഇതാണ്, ഇവിടെയാണ് ഞാൻ. ദിസ് നോ ബാസ്റ്റേഡ്സ് ആർ ഹിയർ. എൻ്റെ അഡ്രസ് ഓക്കെ. ദീപ എസ് പണിക്കർ, സഹദേവ മന്ദിരം, മാവേലിക്കര, ഓലകെട്ടിയമ്പലം, 690510 കേരള. ഓക്കെ, ഇവിടെയാണ് ഞാൻ. നല്ലത് കന്നഡമൊന്നുമല്ല. ഇതാണ് എൻ്റെ വീട്. കന്നഡ ഒന്നും പോകേണ്ട കാര്യമേ ഇല്ല ഞങ്ങൾക്ക്. കന്നഡ ഇപ്പം ഡോക്ടർ റാമിനെക്കുറിച്ച് ഒക്കെ പറയുന്നത് കേട്ടില്ലേ, സൈക്കോപാത്താണ്. അതുപോലെയാണ് ഈ സുബ്രഹ്മണ്യൻ്റെ ഇതുപോലെ തെറിവിളിയാണ് അവൻ. അവനെന്തോ വലിയ കേമനാന്ന് പറഞ്ഞ് നമ്മളെ തെറിവിളിക്കുകയാണ്. ഭയങ്കര തെറിവിളി അവന് ഇങ്ങനെ. പിന്നെ ഇതുപോലെ ഈ സൈക്കോപാത്തുകളെല്ലാം പല പല രീതിയിലാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്. ഒരു വൃന്ദയെന്ന് പറയുന്നവൾ എന്താണ്, അവൾ വന്നിട്ട് ഈ ബ്ലൂടൂത്തുമായിട്ട് ഒരുത്തനുമായിട്ട് അങ്ങ് നിപ്പ. ഒരു KL29G1222 എന്ന് പറഞ്ഞ ഒരുത്തനുമായിട്ട് അങ്ങ് നിപ്പാണ്. ഞാനെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെ ഇരിക്കുന്നത്, നമ്മുടെ വീട്ടിലാണെന്നുമല്ല, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്നതെന്നുമല്ല. ഇങ്ങനെ കഥകളുണ്ടാക്കും ഈ സൈക്കോപാത്തുകൾ. ഇങ്ങനെ അങ്ങ് നടക്കുക. നമ്മുടെ ഫോണോ ഏതാണ്ടെല്ലാം കോപ്പി ചെയ്ത് ഏതാണ്ടെല്ലാം ചെയ്തിട്ട് ഇതായിട്ട് നടക്കുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ഇതാക്കുക, നമ്മുടെ ക്യാമറ ഇതാക്കുക. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് ക്യാമറ ഓഫ് ചെയ്യുന്നതുമെല്ലാം. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക, ഇതെല്ലാം ആൾക്കാർക്ക് ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അയൽക്കാർ അറിയണം നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുന്നതും. പിന്നെ KL29G122 അവൻ്റെ ഇതും അയച്ചു കൊടുത്തിട്ടുണ്ട്, നമ്പർ സഹിതം. അവൻ്റെ മറ്റടുത്താണ് വന്നിരിക്കുന്നതെന്നും മറ്റേ ഈ എന്തുവാ അവൻ്റെ പേര് വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന മനോജ് എന്ന് പേര് മാറ്റി അവൻ്റെ വീട്ടിലാണ്, ഈ സദാനന്ദ മന്ദിരത്തിൽ അവൻ്റെ വീട്ടിലാണ് ഇവൻ വന്നിരിക്കുന്നതെന്നും ഈ വൃന്ദ എന്ന് പറയുന്നവളും അവരും കൂടെ ഇരിക്കുന്നത് എപ്പോഴും. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്, വൃന്ദയും ഇവനും ഉണ്ട്. അപ്പം ഈ അവിടെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ കൂടാണെന്നും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തെളിവായത്. ഇവനുമായിട്ട് നമുക്കൊരു ബന്ധമില്ലെന്നുള്ളതിനും തെളിവാണ്. അതുപോലെ പത്മജൻ്റെ കാര്യം പറയുന്നത് നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇവനുമായിട്ടൊന്നും നമുക്ക് യാതൊരു ബന്ധമില്ല. നമ്മൾ SNDP പോകുന്നത് ഗുരുദേവനെ തൊഴാനാണ്, അല്ലാതെ വേറൊന്നിനുമല്ല. പത്മജനെയും കിത്മജനെയും ഒരവനെയും കാണാനല്ല. പിന്നെ ശീലമാമൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ മരണസമയത്തും എൻ്റെ അച്ഛനെ നല്ലപോലെ അറിയുന്നതാണ്. എൻ്റെ അമ്മ വീട്ടുകാരുമായിട്ടൊക്കെ ബന്ധമൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ പ്രായമുള്ള മുതിർന്ന ഒരാളാണ്. ആ ആളിന് നമുക്ക് കണ്ടെടുത്തോളം കാര്യങ്ങളൊന്നും ചില കാര്യങ്ങളൊന്നും അറിയത്തില്ല. അത് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശീലമാമനോട് പറയുമ്പോൾ ഈ പത്മജൻ എന്ന് പറയുന്നവൻ അങ്ങ് വിളിച്ച് മാറ്റുവാണ്. മനസ്സിലായില്ലേ? മാറ്റി നിർത്തുക, മാറ്റാനങ്ങ് ശ്രമിക്കുക, നമ്മൾ പറയാതിരിക്കാൻ സമ്മതിക്കുക, നമ്മളെ കൊണ്ട് പറയിക്കാതിരിക്കുക നോക്കുക. അതിനാണ് ഇങ്ങോട്ട് വാ ഇതൊന്ന് കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഫോണിൽ ഈ നമ്മുടെ ക്യാമറയിൽ ഗ്യാപ്പ് വരുന്നതെല്ലാം കാണിക്കുകയാണ് മാമനെ. അന്നേരം കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവൻ ചെയ്യുന്നത്. അപ്പം നമ്മളിത് കാണിക്കുമ്പോഴത്തേന് ഇവനങ്ങ് ഇത് കയറിയിട്ടങ്ങ് ഇവരങ്ങ് നമ്മളെ അങ്ങ് ചീത്ത വിളിക്കുക, ഇവൻ ചാടി എന്തൊക്കെയോ ഇതെടുത്തുകൊണ്ട് വരിക. ഇതെല്ലാം ഈ നമ്മുടെ ഈ മന്ദിരത്തിലെ ഇതിനകത്തുണ്ട്, ക്യാമറയിൽ, CCTV ക്യാമറയിലുണ്ട്. ഇവൻ്റെ ഈ നാടകങ്ങളും ഇവൻ്റെ ഈ ഭയങ്കര ഇവൻ്റെ ഇതായിട്ടുള്ള ഇതൊക്കെ ഇവനങ്ങ് ദേഷ്യം വരുന്നതും അങ്ങ് ഭയങ്കരമായിട്ട് ഇവനങ്ങ് ദേഷ്യം വരികയാണ്. എന്തൊക്കെയോ ചെയ്യണമെന്ന്. ഇവന്മാർക്കെല്ലാം അങ്ങനെയാണ്. ഇവന്മാരൊക്കെയാണ് സൈക്കോപാത്തുകൾ. ഇവന്മാരുടെ സ്വഭാവം കണ്ടല്ലോ, ഇവന്മാരങ്ങ് ചാടുക, ഓടുക, ഇവന്മാരെ കമ്പെടുക്കുക, കല്ലെറിയുക. ഇവന്മാർക്കാണ് ഭ്രാന്ത്, ക്രിമിനൽ ഭ്രാന്ത്. ഇതിനകത്ത് പറയുന്നുണ്ട് ക്രിമിനൽ ഭ്രാന്ത്. നമ്മൾ കാര്യം പറയുന്നത് നമ്മളോട് ഇന്നത് ചെയ്യുന്നത്. നമ്മളുടെ ഈ ലേസർ അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഈ മുളക് അരച്ചതുപോലെയാണ് നീറുന്നത്. കുറച്ച് സമയം നമ്മൾ ഇതാക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാര്യം പറയും. അതുപോലെ നമ്മളെ ശ്വാസം മുട്ടിക്കുക.
നമ്മൾ കാര്യം പറയണം. നമ്മൾ ശ്വാസം മുട്ടിക്കാൻ നമ്മളെ ഇവന്മാർ കൊല്ലാനുള്ളതാണോ? ഇപ്പം തന്നെ നമ്മുടെ ഈ ഇതിനകത്തോട്ട് നെഞ്ചിനകത്തോട്ട് ഇങ്ങനെ ഈ എയറെല്ലാം കൂടെ കയറ്റി നിർത്തിയിട്ട് നമ്മളെ അങ്ങ് ശരിയാക്കാൻ നോക്കുക, നമ്മളെ അങ്ങ് കൊല്ലാൻ നോക്കുക. അപ്പം നമ്മളുടെ കാര്യങ്ങൾ പറയാതെ നമ്മൾ ചാവണോ മറ്റുള്ളവർക്ക് വേണ്ടി? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ നമ്മുടെ വീട്ടിലാണ്. എനിക്ക് കിട്ടിയ ഷെയർ ഇപ്പം ഈ സോമരാജൻ്റെയൊക്കെ ഇൻറ്റൻഷൻസ് കറക്റ്റായിട്ട് അവൻ തന്നെ വിളിച്ച് പറയുന്ന ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. കുടുംബ വീടൊക്കെ എന്നേ പോയി. ഇത് ഷെയർ ചെയ്ത് എൻ്റെ അച്ഛൻ വെച്ചതാണ്. കുടുംബ വീടായാലും ഏതായാലും എൻ്റെ അച്ഛന് കിട്ടിയ ഷെയർ അത് വർഷങ്ങൾക്ക് മുമ്പ് 83 കിട്ടിയതാണ്. ഇതിപ്പോൾ എനിക്ക് കിട്ടി. ഇതിനകത്തെങ്ങും ആർക്കും അവകാശം പറയാൻ യാതൊരു ഇതും ഇല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ കുടുംബ വീടാണ്. പണ്ടും അച്ഛൻ എൻ്റെ അപ്പൂപ്പന് ആന ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങോട്ട് മാറി അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക. ഇവിടെ SNDPയിലുള്ള ആൾക്കാരും പറയുന്നുണ്ട് ഇവന് ഭയങ്കര രോഗമാണെന്നുള്ളത്. ഇവന്മാരോട് പറയുന്നുണ്ട്, അവർ 2 സ്ത്രീകൾ അവിടെ താമസിക്കും, നിങ്ങളൊക്കെ എന്തിനാണ് അവരുടെ കാര്യങ്ങളിനകത്ത് ഇടപെടാൻ പോകുന്നത്? അവരവിടെ താമസിക്കുന്ന നീയൊക്കെ ആരാ അവരെക്കുറിച്ച് കഥയുണ്ടാക്കാൻ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നതും പറഞ്ഞെന്നൊക്കെ ഉള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇങ്ങനെ നടക്കുകയാണ് ഇവന്മാർ മറ്റുള്ളവർ. ഈ പത്മജൻ എന്ന് പറയുന്നവനൊക്കെ ആരാണ്? നമുക്ക് ഇവനെ ഒന്നും അറിയത്തേയില്ല. ഇവനക്ക് നമ്മുടെ ആരൊക്കെയോ അന്നങ്ങ് വരുത്താൻ നോക്കും. അതുപോലെ ഒരു പെമ്പളച്ചി ഇതുവഴി ഇങ്ങനെ നടന്നേച്ച് ഇങ്ങനെ നടന്ന് അങ്ങോട്ടങ്ങ് വടക്കോട്ട് പോകാൻ ഇവളുടെ ഇത് വഴിയാണോ? ഇവളുടെ വഴി വല്ലതുമാണോ? അവിടെ വീട്ടിലോട്ടുള്ള വഴി വല്ലതുമാണോ? ഇത് ഇവർക്ക് നടന്നു പോകാനുള്ള വഴി വല്ലതുമാണോ? അവർക്ക് റോഡിൽ കൂടെ പോകണം. നമുക്കിത് കണ്ടവരുടെ എല്ലാം അയ്യത്തൂടെ കയറി പോകുന്ന പറഞ്ഞാൽ നമ്മൾ അവിടെ കൂടെ കയറി പോവുമോ? നമ്മൾ പോകത്തില്ലല്ലോ. നമ്മൾ മാനമര്യാദയ്ക്ക് റോഡുണ്ട്, അതുവഴി പോകണം. ഇവളും റോഡിൽ കൂടെ പോകണം. ഇവളെന്തോ ഇതുവഴി കയറി നടക്കേണ്ട കാര്യം എന്തുവാ? ഇവൾ ഇതുവഴി വരുന്നത് ഇങ്ങനെ നാടകങ്ങൾ ഉണ്ടാക്കാനാണ്. നമ്മൾ കാണുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇവളങ്ങ് വടക്കോട്ട് പോയവൾ അവിടെ പമ്മി നിന്നേച്ച് ഇവൾ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി. ഇതൊക്കെ ഭയങ്കര ഡ്രാമയാണ് ഇവളുടെ. കുറേ ആൾക്കാരെ ഈ ഡ്രാമയ്ക്ക് വേണ്ടി ഇതുവഴി നടക്കാൻ വേണ്ടി വിടുന്നുണ്ട് ഇവന്മാരും. കുറേ ആൾക്കാർ നമ്മളെ വളഞ്ഞു വെച്ച് ഗ്യാങ് സ്റ്റോക്ക് ചെയ്യുക, പല ഇതാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇതിൽ കൂടെ ചീത്ത വിളിപ്പിക്കുക, ഇതെല്ലാം നമ്മൾ എടുത്തിടുന്നുണ്ട്. നമ്മളിത് എല്ലാം അപ്ലോഡ് ചെയ്യും. ഇവന്മാർ ആരൊക്കെയാണെന്ന് സൈബർ സെല്ല് കണ്ടുപിടിക്കും. ഇവന്മാരെ എനിക്കറിയാം. മോഹൻ സിംഗ് എന്ന് പറയുന്നത്, ദേശമൂലം എന്ന് പറയുന്നത് ഇവനാണ്. ഇവൻ്റെ ആ ഒരു നേച്ചർ, അവൻ നല്ല ഒന്നാന്തര സൈക്കോപാത്തും നാർസിസ്റ്റ് ബിഹേവിയറുമാണ്. ഇവൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. ഇവൻ്റെ അമ്മ ശ്രീലത എന്ന് പറയുന്നവൾ പക്ക ക്രിമിനലാണ്. അവളുടെ 3 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. 2 ബ്രദേഴ്സിന് എന്താ സംഭവിച്ചത്? ഇവിടെ കൊണ്ടിട്ട് അവരെ കൊന്നത്, അവരെ ഒറ്റയ്ക്കാക്കി. ഇതുപോലെ തന്നെ അവന്മാരെ ഒറ്റയ്ക്കാക്കി. ഇവൾ ആദ്യത്തെ ഒരു മുരളി എന്ന് പറയുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അവനെ ഇതുപോലെ കല്യാണ ബന്ധമല്ല, ഇതുപോലെ ആ സ്ത്രീയെ വേറൊരുത്തനുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പറയുകയും ഇവന്മാർ ഇവിടെ പോയതിന് ശേഷമാണ് ഇവന്മാരങ്ങ് മദ്രാസിലായിരുന്നു ഇവർ താമസിക്കുന്നത്. മുരളി എന്ന് പറയുന്നവൻ അയാളുടെ ഭാര്യയും മക്കളുമായിട്ട് വളരെ നല്ല ഇതായിട്ട് താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഇവന്മാർ ഇവിടുന്ന് ചെന്നിട്ടാണ് ആ കുടുംബം കലക്കിയതെല്ലാം. എന്നിട്ട് അവരുടെ TV സഹിതം എടുത്തുകൊണ്ട് പോകുന്നു ഇവളുമാർ. TVയും ആ വീട്ടിലുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നേച്ച് ഇവരുടെ ബന്ധം ഒഴിപ്പിച്ചേച്ച് ഈ മുരളി എന്ന് പറയുന്നവനെ ഒറ്റയ്ക്ക് അവിടെ ആക്കി. ഈ സുനിൽ എന്ന് പറയുന്നവനും അവന് എന്തോ കുഴപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ഇങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ കൊടുത്ത് അവനെ ശരിയാക്കിയതാണ്. ഇവന്മാർക്ക് സുനിൽ എന്ന് പറയുന്നവന് സ്വത്ത് കൊടുക്കത്തില്ലെന്നും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ഇവിടെ വീട്ടിൽ. അങ്ങനെ അവന്മാരെ ഇപ്പം 2 ഇല്ലെന്നാണ് പറയുന്നത്, ചത്ത്. എന്നിട്ട് അവസാനം എന്തോ ആർക്കൊക്കെയോ ആ സ്ഥലങ്ങളൊക്കെ കൊടുക്കുക. ഇവളുമാർക്ക് കുറേ ഇതൊക്കെ ഉണ്ട്, എന്തുവാ ഈ അനാഥാലയം പോലെ എന്തൊക്കെയോ ഇതൊക്കെ വെച്ച് അതിനകത്ത് ഒക്കെ നടത്തി ഇങ്ങനെ ഇരിക്കുക ഇവന്മാർ. അതുപോലെ ഇവന്മാരുടെ പരിപാടിയാണ് അനാഥാലയത്തിൽ കൊണ്ട് തള്ളുക. നിങ്ങൾ കേരളത്തിലെ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. അച്ഛനെയും അമ്മയും അതുപോലെ മക്കളുള്ളവരും ഒക്കെ അനാഥാലയത്തിൽ കൊണ്ടുപോകുന്ന തള്ളേണ്ട കാര്യമൊന്നും. ഇവളുമാർ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വത്തും ഇതുപോലെ പിടിച്ചു പറിക്കണമെന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെ പല കാര്യങ്ങളാണ് ഇവന്മാരും ഒക്കെ ചെയ്യുന്നത്. ഇത് എനിക്ക് മരണം വരെ ജീവിക്കാനും ഇത് കഴിഞ്ഞ് എൻ്റെ എനിക്ക് കുഞ്ഞുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മുക്കും ഗുജർ എന്ന് പറയുന്ന മുകേഷ് കുമാർ അഡ്വക്കേറ്റ് ഉണ്ട്. എനിക്ക് എന്നെ നോക്കാനും പിടിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. ഇവന്മാരാരാണ് എൻ്റെ ഇതൊക്കെ നോക്കാൻ? അത് തന്നെ സ്ത്രീകൾ ഇവിടെ ആരും ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ലയോ? അപ്പോൾ ഈ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യവും സ്ത്രീ സംവരണമൊക്കെ നടത്താൻ നോക്കുന്ന ആൾക്കാർ ഇവന്മാർ ഈ സ്ത്രീകൾക്കെതിരെ ഇത് തിരിയുന്നതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇവന്മാരിങ്ങനെ തെറി വിളിക്കുക. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ തെറി വിളിക്കുന്നത് പൂരത്തെറിയാണ് വിളിക്കുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആൾക്കാർ കാണാതെ ഇവന്മാർ ഹൈഡ് ചെയ്ത് വെക്കുക. നമ്മുടെ യൂട്യൂബൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക. പല വേലകളാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. നമ്മളെ പിന്നെ അപ്ലോഡ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഇങ്ങനെ നമ്മളതെല്ലാം കാര്യങ്ങളും നമ്മളുടെ ഇത് പറയുന്നതല്ല, നമ്മളെല്ലാം സേവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിനകത്ത് എല്ലാം സേവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ വീട്ടിനകത്ത് ഈ സഹദേവ മന്ദിരം എന്നുള്ള വീട്ടിനകത്ത് എൻ്റെ വൈഫൈ റേഞ്ചിൽ വെറും ജസ്റ്റ് നോട്ട് ഈവൻ മോർ ദാൻ 1 മീറ്റർ ആക്ച്വലി. ഞാൻ അങ്ങനെ നിയറായിട്ടാണ് നമ്മുടെ വൈഫൈയുടെ മോഡത്തിൻ്റെ അവിടെ നിന്ന് ഇരിക്കുന്ന റൂട്ടർ. അപ്പം ഒരു ഇതുമില്ല. നമ്മുടെ 500 രൂപ വീതം മാസം കൊടുത്താണ് നമ്മുടെ വൈഫൈ ഇവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളെ കൊണ്ട് അപ്ലോഡ് ചെയ്യിപ്പിക്കാതിരിക്കുക. 1.5 GB നമ്മളെന്നും ഇത്
ഇതാക്കുന്നുണ്ട്. ഇങ്ങനെ പല പല കള്ളത്തരങ്ങളാണ് ഇവന്മാർ ചെയ്യുകയും ചെയ്യുന്നത്. വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇവന്മാരെ കൊണ്ട് ക്രിമിനൽ ഇങ്ങനെ നടക്കുകയാണ്. ഈ വൃന്ദയെന്ന് പറയുന്നവൾ യൂട്യൂബ് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ തലയിലോട്ട് അടിക്കുക, നമ്മുടെ തലയിലോട്ട് എപ്പോഴും എന്താണ് ഇങ്ങനെ ലേസർ അടിക്കുക, നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കുക, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റുക. പല രീതിയിലാണ് ഇവന്മാരുടെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറ്റുക. അതുപോലെ നമ്മുടെ ലെങ്സിനകത്തുനിന്നും എന്തൊക്കെയോ ഇത് ചെയ്തിട്ട് നമ്മുടെ ലെങ്സിനകത്തെ കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്ന ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽവിയോലൈ, നിങ്ങൾക്കറിയാം ഈ കുഞ്ഞ് സ്പോഞ്ച് പോലുള്ള ഇതുണ്ട്, അതുപോലെ ഇങ്ങനെ ചെറിയ ഇതുണ്ട്, അതൊക്കെ ഇങ്ങനെ അതിനകത്തുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടിക്കുന്ന ഇതെല്ലാം ഇവന്മാർ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇങ്ങനെ ഇതിനകത്തോട്ട് തിങ്ങി വെച്ചിട്ട് നമ്മുടെ ഈ എയർ തിക്കി വെച്ചിട്ട് ചൂട് കാറ്റടിച്ച് വിടുക. ഇങ്ങനെ ഭയങ്കര ചൂട്. ഇപ്പം ഇന്ന് ടി വി തന്നെ പറയുന്നുണ്ട് എൽനിനോ പ്രതിഭാസവും അതും ഇതൊന്നുമില്ല, കേരളത്തിൽ അത്ര വലിയ മഴ കുറഞ്ഞുകൊണ്ടുള്ള ഒരു ചൂട് മാത്രമേ. അത് ഏറ്റവും കൂടുതൽ ചൂട് ഇതാക്കുന്നത് പുനലൂരും മറ്റേടമൊക്കെയാണ്, പുനലൂരും പാലക്കാടുമാണ്, വേറെ ഉള്ളിടമൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം അധികൃതർ നല്ല സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവന്മാരങ്ങ് അനിയന്ത്രിതമായ ചൂട് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ കറണ്ട് ബില്ല് കൂടിയത്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ എൻ്റെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു. ഫെബ്രുവരിയിൽ ആ മാസത്തിൽ നമ്മൾ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ഫുൾ ടൈം TV ഓണാണ് എൻ്റെ അമ്മയുടെ. അങ്ങനെയാണ് എൻ്റെ അമ്മ ഇരിക്കുന്നത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ടേ അങ്ങനെയാണ്. രാത്രി ഫുൾ ടൈം TV ഓണായിരിക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് എൻ്റെ അമ്മ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ TV എന്ന് പറയുന്നത് ഞാൻ ഓണാക്കിയിട്ടില്ല, അതുപോലെ ഒരു ഫാനേ ഓണാക്കിയിട്ടുള്ളൂ. ഇതെല്ലാം ഇങ്ങനെ ഫെബ്രുവരിയിൽ ആ സമയത്ത്, അത്ര വലിയ ചൂടൊന്നും ഫെബ്രുവരിയിലില്ല, ആ സമയത്ത് ഇവന്മാർ ഇതുപോലെ എന്നിട്ട് ഈ കറണ്ട് ബില്ല് വന്നപ്പം അതിന് മുമ്പിലത്തെ 2 മാസത്തെ ബില്ലെന്ന് പറയുമ്പോൾ വെറും 1500 ചില്ലറ രൂപയുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം 1800 ചില്ലറയായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഈ ഹീറ്ററും അതും ഇതും എന്തൊക്കെയോ EMF അതൊക്കെ ഇതാക്കി പ്രവർത്തിപ്പിച്ച് നമ്മുടെ വീടിനകത്തെ ചൂട് വെളിയിൽ നിൽക്കുന്നതിനെക്കാട്ടി ചൂടാണ് നമ്മുടെ മുറിക്കകത്ത്. അങ്ങനെ ചൂട് അനിയന്ത്രിതമായി ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെയോ ഇവന്മാർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോനാ ബാത്ത് പോലെ നമ്മുടെ മുഖം മാത്രം ഇങ്ങനെ വിയർത്തൊഴിപ്പിക്കുക, അതുപോലെ നമ്മുടെ ദേഹം വിയർത്തൊഴിക്കുക. അങ്ങനെ ഭയങ്കര നമ്മൾ ഈ പുറത്ത് ജോലി ചെയ്യുന്നവരാരും ഇങ്ങനൊന്നും വിയർത്തൊഴുകുന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാലും നമ്മുടെ മുഖത്തോടൊക്കെ അങ്ങനെ ഒഴുകിക്കുന്ന രീതിയിൽ ഇവന്മാരെന്തോ ചെയ്യുകയാണ്. ഇങ്ങനെ എന്താ സോനാ ബാത്ത് പോലെ ടെക്നോളജി വെച്ച് നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വിയർത്തിങ്ങനെ ഇറ്റിറ്റ്. അത് സന്ധ്യാസമയത്ത് നിങ്ങൾ ആലോചിക്കുക, സന്ധ്യയ്ക്കൊക്കെ ചൂട് കുറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയമാണെന്ന്. ഈ ഏറ്റവും കൂടുതൽ പീക്കായിട്ടുള്ള അവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ മതി. 2 to 3 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൂര്യൻ്റെ ചൂടിൻ്റെ താപം കുറയുകയും നമ്മുടെ ചൂട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ചൂട് കുറയും. ഇതെങ്ങനൊന്നുമല്ല. സന്ധ്യയ്ക്ക് നമ്മൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ചൂടാണ്. നമ്മുടെ മുഖത്തൂന്ന് ഇങ്ങനെ അങ്ങ് ഒഴുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പും ഡീഫിഗർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവന്മാർ ചെയ്യുന്ന പല പല പണികളാണ്. അതുപോലെ നമ്മുടെ ഈ പത്മജൻ എന്ന് പറയുന്നവൻ വന്നിരുന്ന് നമ്മുടെ കാലയിലോട്ട് അങ്ങ് അടിക്കുകയാണ്. നമ്മുടെ കാലയിലെ ഇത് കളയാൻ വേണ്ടിയിട്ട്, എന്തോ ഇതിൻ്റെ പേര്, കാലയിലെ നമ്മുടെ ഫാറ്റ് എല്ലാം കളയുക. എന്നിട്ട് നമ്മുടെ കാല് ഭയങ്കര തിന്നാക്കുക, നമ്മുടെ കാലിൻ്റെയും തൈസിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് കളയുക. ഇതൊക്കെയാണ് ഇവന്മാർ. അതുപോലെ നമ്മുടെ ഇതെല്ലാം അടിച്ചങ്ങ് വീർപ്പിക്കുക. ഇതൊക്കെയാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഭയങ്കര ക്രിമിനൽസാണ് ഇവന്മാർ. സൈക്കോപാത്തുകളാണ്, ക്രിമിനൽ സൈക്കോപാത്തുകളാണ് ഇവന്മാർക്ക്. ഭയങ്കര നമ്മുടെ കയ്യിലുണ്ട് എല്ലാ ഇതും. നമ്മൾ ആരെയെങ്കിലും കമൻ്റ് ഇട്ട് തെറി വിളിക്കുന്ന ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കാവോ? ഓരൊറ്റ മനുഷ്യരെ കമൻ്റ് ഇട്ട് തെറി വിളിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്കൊന്ന് എടുക്കാവോ? ഈ കമൻ്റ് ഇട്ട് തെറി വിളിക്കുന്നവന്മാരാണ് ചില ഗൂഢ ഉദ്ദേശമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവന്മാർ. പലരും പറയുന്നുണ്ട്, ചില ആൾക്കാരുണ്ട് കമൻറ്റിൽ കൂടെ അങ്ങ് തെറി വിളിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇവന്മാർ. വേറെ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്, ഇത്രയും ഇല്ല നമ്മളോട്. ഇതൊക്കെ സൈക്കോപാത്തുകളുടെയും ഈ ഗ്യാങ് സ്റ്റോക്കിങ്ങിൻ്റെയും ടെക്നിക്സാണ് ഇവന്മാർ ചെയ്യുന്നത്. നമ്മളിതെല്ലാം എടുത്തും വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം അപ്ലോഡ് ചെയ്യും. പോലീസ് സ്റ്റേഷനിലും നമ്മുടെ ഇതിലും അപ്ലോഡ് ചെയ്യാനാണ്, കോടതിയിലേക്കും അപ്ലോഡ് ചെയ്യാനാണ്. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവന്മാരെ കൊണ്ട്. ഇതെല്ലാം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമുക്ക് വേണമല്ലോ ഇവന്മാരെ. അത് പണ്ട് മുതലെയുള്ള ഇവന്മാരെല്ലാം ഒരേ രീതിയിലുള്ള ഗ്യാങ് സ്റ്റോക്കിംഗ് ആണ് നടക്കുന്നത്. സുഭാഷ് സുകുമാരൻ എന്ന് പറഞ്ഞവൻ മുതൽ കണ്ടല്ലൂരിലുള്ള ബിജു പി എന്ന് പറയുന്നവൻ്റെ ഫ്രണ്ടായ സുഭാഷ് സുകുമാരൻ, അവനൊക്കെ വന്ന് പറയട്ടെ ഇവന്മാരെ കൊണ്ട് ആരായി ചെയ്യിപ്പിക്കുന്നതെന്നുള്ളത്.
ആര് പറഞ്ഞിട്ടാണ് ഇവന്മാർ ഇത് തെറി വിളിച്ചതെന്നും അതും ഇതും എല്ലാം അങ്ങ് പറഞ്ഞാൽ മതി. ഇവന്മാരുടെ രോഗം അങ്ങ് മാറും. ഇവന്മാരങ്ങ് പറഞ്ഞാൽ മതി ആര് വിളിച്ചിട്ടാണ് എന്ന്. പിന്നെ എൻ്റെ കോളേജിൽ വെച്ച് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, കോളേജിൽ വേറെ സംഭവമാണ്, അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കിയ സംഭവങ്ങൾ. അത് എനിക്കറിയാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവളെയും വേറെവനെയൊക്കെ വിളിക്കാൻ എനിക്കറിയാം കോടതിയിലോട്ട്. ഇന്നവരായിരുന്നു എൻ്റെ കൂടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജ എന്ന് പറയുന്നവളും, ജിക്കു ജോർജ് ജേക്കബ്, രാജു ജെ, വയലത്ത്, പിന്നെ വിനോദ് എന്ന് പറയുന്നവനാണ്. ഞാനും ഇത്രയും പേരും കൂടെ ഞാനും വിനോദും ഈ ശ്രീജയും കൂടെ ഒരിടത്തിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പം പഠിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി, ഇവന്മാർ വിചാരിക്കും ഞാൻ കമ്പൈൻ സ്റ്റഡി ചെയ്തില്ലെങ്കിൽ എന്തോ അങ്ങ് ഇതാക്കുമെന്നാണ് ഇവന്മാർ വിചാരിച്ചത്. അങ്ങനെയൊന്നുമല്ല, ചുമ്മാ കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ ഒരു രസം, കമ്പൈൻ സ്റ്റഡി പഠിക്കും, എന്തൊക്കെ ഡിസ്കസ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. കമ്പൈൻ സ്റ്റഡി ചെയ്തില്ലെങ്കിലും പഠിക്കേണ്ടവർ. അപ്പോൾ ഇവന്മാർ വിചാരിച്ചോ അല്ലേ ഞാനങ്ങ് തോക്കുമെന്നോ എന്തൊക്കെയാണോ. അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കുറേ ഈ മോർച്ചക്കാരെ, ശിവമോർച്ചക്കാരെയോ അങ്ങനെയുള്ള ഈ BJP ആൾക്കാരാണ് അവർ നിക്കറിട്ട് വന്നവന്മാരാണ് ചൂരലുമായിട്ട്. ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പോവുകയും ചെയ്തു. അതിനെ ഇവന്മാർ വളച്ചൊടിച്ച് ഞാൻ പഠിക്കാൻ വേണ്ടി ലോഡ്ജിൽ പോയിരുന്ന് പഠിച്ചില്ലയോ എന്ന് പറയുന്നത് ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവന്മാരുടെ രോഗം എന്താണ്? ആരാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഇതിൻ്റെ പുറകിൽ ഞാൻ ഇവിടെ ഒന്നും വന്ന് എൻ്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരാണ്? എൻ്റെ പുറകിൽ എവിടെ പോയാലും ഫോളോ ചെയ്യാൻ അന്ന് മുതലേ ആളുകളുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണിത്. ആരാണിത് നമ്മുടെ പുറകിൽ നടക്കേണ്ട കാര്യം? ഇവന്മാരാരാണ് ഒരാളിനെ ഫോളോ ചെയ്യാൻ? ഇവന്മാർക്ക് അധികാരം കൊടുത്ത ഒരാളിനെ ഫോളോ ചെയ്യാൻ? നമ്മൾ ആരെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ ആൾ വിളിച്ചൊന്ന് പറഞ്ഞാലുണ്ടല്ലോ, പോലീസ് നമ്മളെ അന്നേരെ തൂക്കും. നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്താൽ നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നെന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അവർക്ക് സംശയം തോന്നി. ഇപ്പം നമ്മൾ ഒരാളിനെ നിരന്തരമായിട്ട് അങ്ങ് ഫോളോ ചെയ്യുക, അവരെവിടെ പോകുന്നു എവിടെ പോകുന്നു അതിന് തെളിവ് വേണം. ഇപ്പം ഇഷ്ടം പോലെ ഒരാൾ ചുമ്മാ അങ്ങ് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ CCTVയിൽ ക്യാമറയിലൊക്കെ കാണും. നമ്മൾ ചെല്ലുന്നിടത്ത് ഈ സ്ഥിരം കക്ഷികൾ കാണും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കാണും. നമ്മൾ സംശയം പറയുന്ന ആൾക്കാരെങ്കിലും കാണണം. അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും സ്ഥിരമായിട്ട് അവിടെ വരികയും എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ നമ്മളെ പ്രതി കാണിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളെ അന്നേരെ പോലീസ് തൂക്കിക്കൊണ്ട് പോകും. അപ്പോൾ ഇവന്മാരാരാണ് ഇതുപോലെ നമ്മളെ വാച്ച് ചെയ്യാനുമൊക്കെ? ഇവന്മാരാരാണ്? നിങ്ങൾ കണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. തെളിവ് കൊണ്ടുതേണ്ട എൻ്റെ ഇപ്പം വന്നതാണ്. ഇവിടെ വന്ന് എൻ്റെ കറക്റ്റായിട്ട് എൻ്റെ അഡ്രസ്സും ഇവന്മാരിങ്ങനെ കള്ളത്തരങ്ങൾ ഇതാക്കുക കണ്ടല്ലോ. സഹദേവ മന്ദിരം, ഓക്കെ, ഓലകെട്ടിയമ്പലം 690510 കേരള. ഇത് കറക്റ്റായിട്ട് ഇവന്മാർ നമ്മളിവിടെ അല്ല വേറെ എവിടേക്കോ പോകുന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ വരുത്തുക, നമ്മൾ വേറെ എവിടേക്കോ കയറിയിരിക്കുന്നതെന്ന് വരുത്തുക. ഇങ്ങനെ പല കള്ളത്തരങ്ങളുടെ കൂടാണ് ഇവന്മാരും. ഇത് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഗ്യാങ് സ്റ്റോക്കിങ്ങും ഈ കള്ളത്തരങ്ങളുമായിട്ട് നടക്കുന്ന ഈ ക്രിമിനലുകൾ. പക്ക ക്രിമിനലുകളാണ് ഇവന്മാർ, സൈക്കോപാത്ത് ക്രിമിനലുകൾ. പിന്നെ സുബ്രഹ്മണ്യൻ ചീത്ത വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വേറെ ആരും കാണരുതെന്നുള്ള രീതിയിൽ. ഇപ്പം ഈ റാമെന്നൊക്കെ പറയുന്ന സാറിനെ കുറിച്ച് ആൾക്കാർ പറയുമ്പം ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൻ പോത്തേ മറ്റേതേ മറിച്ചതേ എന്നൊക്കെ പിള്ളേരെ വിളിച്ചിട്ട് ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ സൈക്കോപാത്താണ്. അതുപോലെ ഇടിമുറികളെക്കുറിച്ചും ഇതിനെക്കുറിച്ചെല്ലാം ഇപ്പം പറയുന്നുണ്ട്. ഇതുപോലെ ഇത് സത്യമാണ്. ഇവിടെ ഒരു കോളേജുണ്ട്, എന്താണ് അതിൻ്റെ പേര്, നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ കോളേജായിരുന്നു, അവിടെ ഇടിമുറി ഉണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അത് വേറൊരു സാറ് തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഇവിടെ ഇടിമുറിയുണ്ട് ഇതാ. അപ്പോൾ ഇങ്ങനെ പിള്ളേരെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടിമുറികളുണ്ടെന്നൊക്കെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഈ വെള്ളാപ്പള്ളി നടേശൻ കോളേജുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരും ആ രീതിയിലുള്ള ഗ്യാങ് സ്റ്റോക്കിംഗ് ഒക്കെ ഇവരങ്ങ് പഠിപ്പിക്കുകയും ഇവരൊക്കെ ചെയ്യുകയുമാണ് ഇത് ചെയ്യുന്നത്. ഇത് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക സത്യം പറഞ്ഞാൽ. ഇതിനെക്കുറിച്ച് കേരളത്തിലെ ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങളെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കേണ്ട സമയം എന്നേ അതിക്രമിച്ചു കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ ആൾക്കാരെ ഇതാക്കുക, പോലീസ് നടപടികൾ എടുക്കാതിരിക്കുക, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവരെ കൊണ്ട്.